സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, MG കോളേജ്, NSS യൂണിറ്റ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഇരിട്ടിയിൽ വൈദ്യുതി ഉപഭോക്തൃ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. വൈദ്യുതി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നമ്മുടെ ആവശ്യങ്ങൾ കേട്ട് അതിന് പരിഹാരം ഉണ്ടാക്കുകയാണ്. വൈദ്യുതിയുടെ പ്രത്യേകിച്ച് റെഗുലേറ്ററി കമ്മീഷൻ നല്ല സുത്യർഹമായ ഒരു സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ചെയർമാന്റെ നേതൃത്വത്തിൽ, അതുപോലെ വൈദ്യുതി ബോർഡും ജനപക്ഷത്തിൽ നിന്ന് ഞാൻ ഇതിന്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം എല്ലാ ജില്ലകളിലും ഒരു തവണയെങ്കിലും യാത്ര ചെയ്ത് പ്രയാസങ്ങൾ കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. 2024 സ്വകാര്യ കമ്പനി ഗവൺമെന്റിന് അല്ലെങ്കിൽ KSEB ബോർഡിന് ഏൽപ്പിക്കേണ്ടതാണ്. ഇതുവരെ ഏൽപ്പിച്ചിട്ടില്ല. 2 വർഷം കഴിഞ്ഞു, പ്രശ്നമില്ല. മൂഴിയാറിൽ 60 മെഗാവാട്ട് ഉത്പാദിപ്പിക്കേണ്ടതാണ്. പക്ഷെ 10 മെഗാവാട്ടേ ഉത്പാദിപ്പിക്കുന്നുള്ളൂ. ഇങ്ങനെയെല്ലാം പ്രയാസമാണ്. അപ്പൊ നമ്മൾ അതിന് പകരമായിട്ട് ഇപ്പോൾ സോളാർ കൂടുതലായിട്ട് ഉപയോഗിക്കും, ഉത്പാദിപ്പിക്കും. സോളാറിന്റെ അകത്തുമുള്ള ഒരു പ്രശ്നം, സോളാർ നമ്മൾ പകലാണ് പ്രകാശത്തിൽ ഉത്പാദിപ്പിക്കുന്നത്. പക്ഷെ രാത്രിയിലാണ് നമുക്ക് ഉപയോഗം അധികം. പകൽ നമുക്ക് 10 പൈസയ്ക്ക് കിട്ടുന്ന 1 യൂണിറ്റ് വൈദ്യുതി രാത്രിയിൽ അത് 10 രൂപ കൊടുത്താൽ കിട്ടാൻ ഇല്ല, അല്ലെങ്കിൽ 10 രൂപയ്ക്ക് അധികം വില കൊടുക്കേണ്ട സാഹചര്യം വരികയാണ്. 10 രൂപയ്ക്ക് അപ്പുറത്ത് കൊടുക്കാൻ റെഗുലേറ്ററി കമ്മീഷന്റെ അനുവാദമില്ല. അതാണ് പകൽ 10 പൈസയ്ക്ക് കിട്ടുന്ന സാധനത്തിന് രാത്രി 10 രൂപ കൊടുത്താലും കിട്ടാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് നമുക്ക് രാത്രിയിൽ കൂടി അത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന, പകൽ ഉത്പാദിപ്പിക്കുന്ന രാത്രിയിൽ കൂടി സ്റ്റോർ ചെയ്ത് വെക്കുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് എന്ന പുതിയ സംവിധാനം കേരളത്തിൽ നടപ്പിലാക്കാൻ പരിശ്രമിക്കുകയാണ്. ഇതാണ് മെയിനായിട്ട് വൈദ്യുതിയെ കുറിച്ച് പറയാനുള്ളത്. ഇരിട്ടി നഗരസഭാ ചെയർമാൻ V. വിനോദ് കുമാർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ഇരിട്ടി നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP അബ്ദുൾ റഷീദ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ അബ്ദുൾ കരീം CP, MG കോളേജ് NSS മേധാവി ഹസീന, ഗ്രീൻ ലീഫ് അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി പ്രതിനിധി ഡോക്ടർ MJ മാത്യൂസ്, KSEB ചീഫ് എഞ്ചിനീയർ TS ജയശ്രീ, KSERC കംപ്ലയിൻസ് എക്സാമിനർ TR ഭുവനേന്ദ്ര പ്രസാദ്, B. ശ്രീകുമാർ, രാംപ്രകാശ് KV തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഏജനറ്റ് ന്യൂസ്, ഇരിട്ടി.